മുഖ്യമന്ത്രി വിജയ് ഇന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെ മംഗളൂരുവിൽ വിമാനമിറങ്ങുന്ന വിജയും സംഘവും റോഡ് മാർഗം 3 മണിയോടെ ക്ഷേത്രത്തിലെത്തും. അദ്ദേഹത്തിനായി വിശേഷാൽ പൂജകളും ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. മൂകാംബികയിൽ നിന്ന് സാരംഗ് സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മൂകാംബികയിലേക്ക് എത്തുകയാണ്. സാധാരണ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ അങ്ങനെ മൂകാംബികയിൽ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് അവിടെ തയ്യാറെടുപ്പുകൾ മുഖ്യമന്ത്രി വിജയ് എത്തുന്നതിന് മുന്നോടിയായി? ശ്രീജ, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ്, തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് വിജയ് ഇവിടെ എത്തുന്നത്. വിജയ് ഇതിനു മുൻപ് ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായി ഇവിടെ എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പല ക്രമീകരണങ്ങളും ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, വെള്ളിയാഴ്ച ദിവസമാണ്. ഇപ്പോൾ ഇവിടെ ശീവേലി എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിവിൽ കവിഞ്ഞ രീതിയിൽ തന്നെ ഭക്തരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലിവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ സജ്ജമായി വരുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ Z+ കാറ്റഗറി സംവിധാനം ഒരുക്കാൻ തന്നെയായിരിക്കും കർണാടക പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കർണാടക ഇൻ്റലിജൻസിന് കൃത്യമായി വിജയ് ഇവിടെ എത്തുന്നതിനെയും പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെയും ക്ഷേത്ര ദർശനം നടത്തുന്നതിനുമായിട്ടുള്ള ഷെഡ്യൂൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടിയാണ് വിജയ് മംഗളൂരുവിലെത്തുക. മംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം 3 മണിയോടുകൂടി അദ്ദേഹം മൂകാംബിക ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. ഡൽഹിയിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. ഡൽഹിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് എത്തും. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ചില അനുയായികളും ഉണ്ടാവും എന്നതിനുള്ള വിവരങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വിശേഷമായ പൂജകളും വിജയ് വരുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. അദ്ദേഹം ഇവിടെ ക്ഷേത്ര ദർശനം നടന്നതിന് ശേഷം കർണാടകയിൽ മറ്റ് പരിപാടികളൊന്നും തന്നെയില്ല. എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം മംഗളൂരുവിലേക്ക് തന്നെ മടങ്ങും. അവിടെ നിന്ന് സ്പെഷ്യലി ചാർട്ടർ ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്യും. ശ്രീജ.